ഹലോ ഫ്രണ്ട്സ്, ടെക്ലിസിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മൊബൈൽ ആപ്പാണ്. സാധാരണ നമ്മൾ വേഡ്, എക്സൽ, പവർ പോയിൻറ്റ്, PDF അതൊക്കെ എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിനെ ആണ് കൂടുതലായിട്ട് ആശ്രയിക്കാറ്. കാരണം നമുക്ക് മൊബൈലിലാണെങ്കിൽ അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓൺലൈൻ കൺവേർട്ടേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ അതിലൊക്കെ വിട്ട് വളരെ ഈസി ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു മൊബൈൽ ആപ്പ് മൈക്രോസോഫ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന മൊബൈൽ ആപ്പ്. ഇത് നമുക്ക് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ iOSലും അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക, മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് ടൈപ്പ് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് എൻ്റെ കയ്യിൽ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിൽ സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ സൈൻ ഇൻ ചെയ്യുക, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുക. ദെൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈ ഹോം സ്ക്രീനിൽ നമ്മൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീസെൻറ്റ് ഡോക്യുമെൻറ്റ്സ് കാണാനായിട്ട് പറ്റും. ഞാനിതിലൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് എംപ്റ്റി ആയിട്ട് കാണുന്നത്. ഇനി ഇതിൽ താഴെയായിട്ട് ഒരു പ്ലസ് എന്ന് പറഞ്ഞുള്ള ഒരു സൈൻ കാണാം, ആക്ഷൻസ് എന്ന് പറഞ്ഞുള്ള ഒരു ഐക്കണും കാണാം. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോട്ട്സ്, ലെൻസ്, ഡോക്യുമെൻറ്റ്സ് അങ്ങനെ 3 ഐക്കൺസാണ് കാണാൻ പറ്റുക. ഈ നോട്ട്സ് നമുക്ക് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സ് എന്തെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കാനുള്ളതോ ആർക്കെങ്കിലും അയക്കാനുള്ളതോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ അത് എഡിറ്റ് ചെയ്യാനായിട്ട് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അതുപോലെ ബുള്ളറ്റ് പോയിൻറ്റ്സ് കൊടുക്കണമെങ്കിൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് കൊടുക്കാനൊക്കെ ഉള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ദെൻ അതിൽ ഏതെങ്കിലും ഫോട്ടോസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിൽ ക്യാമറ എന്ന് ഐക്കൺ കാണാം. ആ ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഫോട്ടോസ് ഇൻസേർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഡൺ കൊടുക്കാം. ദെൻ ഏറ്റവും ടോപ്പ് നമുക്കൊരു 3 ഡോട്ട് കാണാം. അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അതിൽ തന്നെയാണ്. ഇത് ആർക്കെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആരോ മുകളിലേക്ക് അപ്വാർഡ് ഒരു ആരോ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. വാട്സപ്പിലും ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും അതുപോലെ തന്നെ മെയിലിലൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബാക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സ് നമ്മുടെ ഹോം സ്ക്രീനിൽ ഓൾറെഡി റീസെൻറ്റ് ഫയലായിട്ട് കാണാനായിട്ട്. ഇനി നമുക്കിതിൽ സ്കാൻ ചെയ്യാനാണ് ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ലെൻസ് ക്ലിക്ക് ചെയ്യുക. ദെൻ അതിൻ്റെ പിക്ചർ എടുക്കുക, നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡോക്യുമെൻറ്റ്സിലാണ് നമുക്ക് വേഡ്, എക്സൽ, പവർ പോയിൻ്റ് ഒക്കെ കാണാൻ പറ്റുക. അതിൽ സ്കാൻ ചെയ്യാനായിട്ടും നമുക്ക് പുതിയൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഓൾറെഡി ഉള്ള ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി സ്കാൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ടെക്സ്റ്റ് നമുക്ക് വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ സ്കാൻ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണെങ്കിൽ പുതിയൊരു ഡോക്യുമെൻ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്രിയേറ്റ് ഫ്രം ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതായത് നമുക്ക് ഓൾറെഡി ഇതിൽ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ ഉള്ള ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബ്രോഷർ എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പ്രിൻ്റ് വ്യൂ ആണ്. അതായത് ഒരു ബ്ലൂ കളറിൽ മുകളിൽ ഐക്കൺ ബ്ലൂ കളറിൽ കാണാനായിട്ട് പറ്റും. അതുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കുള്ള വ്യൂവിലേക്ക് വരും, വേർഡ് ഡോക്യുമെൻറ്റിൻ്റെ വ്യൂവിലേക്ക് വരും. ദെൻ ബ്രോഷറിൻ്റെ ടൈറ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പിക്ചേഴ്സിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട്, കട്ട്, കോപ്പി, ഡിലീറ്റ്, റീപ്ലേസ് ഓപ്ഷൻ കൊടുത്ത് നമുക്ക് നമ്മുടെ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം, പ്ലേസ് ചെയ്യാം. ദെൻ ടൈറ്റിൽ മാറ്റണമെങ്കിൽ അത് മാറ്റാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ച് അത് എഡിറ്റ് ചെയ്യാം. ദെൻ അതിന് ശേഷം ഈ ബാക്ക് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ചെയ്യണോ ഡിലീറ്റ് ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാം. അത് OneDriveൽ വേണമെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാം. അതുപോലെ ഫയൽസിലൊക്കെ അത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫയൽസിൽ ക്ലിക്ക് ചെയ്യുക, മൂവ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. വീണ്ടും ഡോക്യുമെൻറ്റ്സ് എടുക്കുക. അതിൽ എക്സലിൽ
സ്കാൻ ടേബിൾ, അതായത് നമുക്ക് ഏതെങ്കിലും ടേബിൾ വേണമെങ്കിൽ സ്കാൻ ചെയ്ത് അത് എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സ്കാൻ ടേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇനി ബ്ലാങ്ക് വർക്ക് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. നമുക്ക് കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള പോലെ തന്നെ എല്ലാ ഓപ്ഷൻസും താഴെ അവൈലബിൾ ആണ്. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും മെർജ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഫോർമുലാസ് അപ്ലൈ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി പുതിയൊരു ഡോക്യുമെൻ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ഓൾറെഡി ഉള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടി ക്രിയേറ്റ് ഫ്രം ടെംപ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സലിലുള്ള നമുക്ക് ടെംപ്ലേറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഇത് സെയിൽസിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വർക്കൗട്ട്, ഇത് പേഴ്സണൽ, നമ്മുടെ ബഡ്ജറ്റ്, അതുപോലെയുള്ള ഡെയിലി ഷെഡ്യൂള്, അതുപോലെയുള്ള ഓരോ എക്സ്പെൻഡിച്ചർ, എല്ലാ കാര്യങ്ങളും ഫാമിലി ബഡ്ജറ്റൊക്കെ നമുക്കിതിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ഇതിൽ എഡിറ്റ് ചെയ്ത് നമുക്കതിൽ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പവർ പോയിൻ്റ് ആണ്. പവർ പോയിൻറ്റിൽ ഇതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, 3 ഓപ്ഷൻസ് ഉണ്ട്. പിക്ചേഴ്സ് ചൂസ് ചെയ്തിട്ട് അത് പവർ പോയിൻ്റ് സ്ലൈഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ക്രിയേറ്റ് ഫ്രം ടെംപ്ലേറ്റ്, ഇതിൽ ഓൾറെഡി ഉള്ള ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എഡിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ബോൾഡ്, ഇറ്റാലിക്, അതുപോലൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും, വേർഡായിട്ട് ബുള്ളറ്റ്സ്, നമ്പറിങ്, അതിൻ്റെ അലൈൻമെൻറ്റ്, ടെക്സ്റ്റ്, കോളംസ്, ന്യൂ സ്റ്റൈൽ, ലേഔട്ട്, ഒരുപാട് ഓപ്ഷൻസ്, കളർ ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഈസി ആയിട്ട് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. കമ്പ്യൂട്ടറിൽ അത് ചെയ്യുന്ന ആളുകൾക്ക് മൊബൈലിൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ആക്ഷൻസ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ട്രാൻസ്ഫർ ഫയൽസ്, ഇമേജ് ടു ടെക്സ്റ്റ്, ഇമേജ് ടു ടേബിൾ, സൈൻ PDF, സ്കാൻ ടു PDF, പിക്ചേഴ്സ് ടു PDF, ഡോക്യുമെൻറ്റ്സ് ടു PDF, സ്കാൻ QR കോഡ്. അതിൽ ട്രാൻസ്ഫർ ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫയൽസ് കമ്പ്യൂട്ടറോ വേറൊരു ഫോണോ ആയിട്ടോ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടി ഇതിൽ പറഞ്ഞുള്ള പോലെ നമ്മൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ transfer.office.com എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു QR കോഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഫയൽ സെൻഡ് ചെയ്യാനാണെങ്കിൽ സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, കമ്പ്യൂട്ടറിലെ QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ പെയർ ചെയ്യണമെന്ന് ചോദിക്കും, ദെൻ പെയർ കൊടുക്കുക. ഇതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും പെയർ എന്ന് കാണിക്കും, ആ കോഡ് കാണിച്ചിട്ട് ദെൻ പെയർ കമ്പ്യൂട്ടറിലും കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക, ദെൻ ട്രാൻസ്ഫർ ടു PC എന്ന് താഴെ കാണുന്ന ട്രാൻസ്ഫർ ടു PC കൊടുക്കുക. നെക്സ്റ്റ് ഇമേജ് ടു ടെക്സ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇമേജ് ടു ടേബിൾ, നമുക്ക് ഏതെങ്കിലും ഇമേജ് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ സ്കാൻഡ് പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിലുള്ള ടേബിൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ 2 ഓപ്ഷൻസ് ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് ഇമേജ് ടു ടെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇമേജ് ടു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഇമേജ് സെലക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, അതിനത് ക്രോപ്പ് ചെയ്യുക, ആവശ്യാനുസരണം ക്രോപ്പ് ചെയ്ത് നമ്മൾ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ ഫോട്ടോ നമ്മളെടുത്ത സ്കാൻ ചെയ്ത ആ ഒരു ഇമേജ് നമുക്ക് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് കോപ്പി ചെയ്യാം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് PDF വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിൽ നമുക്ക് സൈൻ എ PDF സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത് ആർക്കെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കതിന് എളുപ്പത്തിൽ കഴിയും. അതിന് വേണ്ടിയിട്ട് സൈൻ എ PDF സെലക്ട് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യാം. ദെൻ ടാപ്പ് വെയർ യു വിഷ് ടു സൈൻ, അതായത് നമുക്ക് എവിടെ സൈൻ ചെയ്യണോ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ കാണാം, സിഗ്നേച്ചർ, അവിടെ നമ്മളുടെ സൈൻ ഇടുക, ദെൻ ഡണ്ണ് കൊടുക്കുക. അപ്പോൾ സൈൻ ഇങ്ങനെ ഇതുപോലെ വരും. അതുമ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അതായത് അതിൻ്റെ സൈസ് നമുക്ക് ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ നമുക്ക് ആവശ്യമുള്ള സൈസ് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതിന് പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഓക്കെ,
ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ വീണ്ടും സൈൻ ചെയ്യണമെങ്കിൽ സൈൻ അറ്റ് അതർ പ്ലേസസ് എന്ന് സെലക്ട് ചെയ്യാം. ദെൻ എവിടെയാണ് സൈൻ ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. നമ്മൾ ഓൾറെഡി സൈൻ ചെയ്ത് നമ്മുടെ സിഗ്നേച്ചർ അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് സെലക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ അതിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുക, മൂവ് ചെയ്യുക. ദെൻ മുകളിൽ കാണുന്ന ഈ ടിക്ക് മാർക്ക് ടിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ് സൈനായി. നമുക്ക് ആർക്കെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് സ്കാൻ ടു PDF, പിക്ചർ ടു PDF, ഡോക്യുമെൻറ്റ് ടു PDF. അത് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. നമ്മുടെ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്താൽ അത് PDF കൺവേർട്ട് ആയും. ഇമേജ് ആണെങ്കിൽ നമ്മുടെ ഓൾറെഡി ക്യാമറ റോളിലുള്ള ഇമേജസ് നമുക്ക് PDF ആക്കി കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ഇമേജ് എടുത്ത് അത് നമുക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഡോക്യുമെൻറ്റ് വേർഡോ എക്സലോ അതുപോലുള്ള ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. അടുത്തായിട്ട് നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻ QR കോഡാണ്. QR കോഡ് ഏതെങ്കിലും സ്കാൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.